2009 മാർച്ച് 22-ാം തീയതിയാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടാകുന്നത്. ഞങ്ങളുടെ സ്കൂളിൻ്റെ 2-ാം നിലയുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ഒരു ബ്രദർ എന്ന നിലയിൽ അത് നോക്കാനും അവിടെ പണിക്കാരൊക്കെ പണി ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കാനൊക്കെ ആയിട്ട് അച്ഛന്മാർ എന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇപ്പോഴും പോകുന്നതാണ്. അവിടെ ഒരു ഏണി ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് 2-ാം നിലയിലേക്ക് കയറാനായിട്ട്. എല്ലാ ദിവസവും ഞാനവിടെ കയറുന്നതാണ്. ചില സമയങ്ങളിലൊക്കെ ഒരു ബക്കറ്റ് വെള്ളമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കയറി പോകുന്നതാണ്. നല്ല എനർജിയാണ്, 26 വയസ്സേ ഉള്ളൂ. അപ്പോൾ അത്രത്തോളം സന്തോഷത്തോടു കൂടിയൊക്കെ ആ ജോലി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മാർച്ച് 22-ാം തീയതി ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് വൈകുന്നേരം അതിലേക്ക് ആ ഏണിയിലോട്ട് ഇങ്ങനെ കയറിപ്പോയപ്പോൾ അപ്രതീക്ഷിതമായി ആ ഏണി തെന്നി മാറുന്നുണ്ട്. ഞാൻ താഴേക്ക് വീണുപോയി. എപ്പോഴും പോകുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെ ഒരു വീഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ താഴേക്ക് വീണു. എല്ലാവരും ഓടിക്കൂടി എന്നെ എടുത്ത് ഷില്ലോങ്ങിലെ നസ്രത്ത് ഹോസ്പിറ്റൽ, ഷില്ലോങ്ങിൽ ഏറ്റവും നല്ല ആശുപത്രിയാണ്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എല്ലാ ഡോക്ടേഴ്സും വന്നു, ബെസ്റ്റ് ഡോക്ടേഴ്സ് വന്നു. MRI സ്കാൻ എടുത്തപ്പോൾ അവർ പറഞ്ഞു നട്ടെല്ല് 2ആയിട്ട് ഒടിഞ്ഞു പോയി. അതുപോലെ കഴുത്തിലെ കശേരുക്കളൊക്കെ കംപ്രസ്ഡ് ആയിപ്പോയി. അപ്പോൾ ഇനിയുള്ള അടുത്ത ചാൻസ് എന്ന് പറയുന്നത് കഴുത്തിന് താഴെ ഇദ്ദേഹം തളർന്നു പോകും. കൈയും കാലും ഒക്കെ തളർന്ന് ഇനി വെറും ഒരു വാഴത്തണ്ട് പോലെ ഇങ്ങനെ കടന്നു പോകും, വീണു പോകും. ഇനി എണീറ്റ് നടക്കാനുള്ള ചാൻസ് ഇല്ല എന്നാണ് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത്. ഏകദേശം 7 ദിവസം എടുത്തു ഒരു തീരുമാനത്തിലെത്താനായിട്ട്. നല്ല ഡോക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് കൂടി, നമ്മുടെ അച്ഛന്മാരും ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛൻ, സുപ്പീരിയേഴ്സ് അച്ഛന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി എന്താണ് ഇനിയുള്ള പോസിബിലിറ്റി. അപ്പോൾ നല്ലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, എന്നിരുന്നാലും ഒരു പക്ഷേ 90 ദിവസം കഴിയുമ്പോൾ ഒരു പക്ഷേ എണീറ്റിരിക്കാനോ നടക്കാനോ ഒക്കെ ഈ ബ്രദറിന് ഒരു ചാൻസ് കിടപ്പുണ്ട്, ഒരു 10% ചാൻസ്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. അങ്ങനെ ഏപ്രിൽ മാസം 1-ാം തീയതി അവർ 12 മണിക്കൂറോളം നീണ്ടു നിന്ന ഓപ്പറേഷനിലൂടെ 4 സ്ക്രൂവും ഒരു പ്ലേറ്റൊക്കെ വെച്ച് എൻ്റെ നട്ടെല്ലിങ്ങനെ അവർ ശരിയാക്കി എടുത്തു. പിറ്റേ ദിവസം വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ കഴുത്തിലെ കശേരുക്കൾ ഉണ്ടായ കംപ്രഷൻ അവരത് മാറ്റി. എന്നിട്ട് ഞാൻ കടരോഗിയായിരുന്നു. ഞാൻ ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. എൻ്റെ കൈകൾ മാത്രമേ നന്നായിട്ട് അനങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് കൈകൾ ഉയർത്താനും താഴ്ത്താനും കഴിഞ്ഞിരുന്നു. നിരാശയുടെ ഒരു പടുകുഴിയിലൊക്കെ വീണുപോയ ഒരു അനുഭവമായിരുന്നു ആ സമയങ്ങളിൽ. ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഞാൻ നല്ലൊരു ഗെയിംസൊക്കെ കളിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്, ഗ്രാമങ്ങളിലോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളായിരുന്നു. ഈശോയെ പ്രഘോഷിക്കാനായിട്ട് നോർത്ത് ഈസ്റ്റിലെ ഗ്രാമങ്ങളിൽ പോകണം, അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാനൊക്കെ തീരുമാനിച്ചുറച്ചാണ് ഒരു മിഷണറി ആവാനായിട്ട് ഞാൻ ഹോളി ക്രോസ് സഭയിലേക്ക് തന്നെ ചേരുന്നത്. ഹോളി ക്രോസ് സഭ നോർത്ത് ഈസ്റ്റിൽ ഒത്തിരി മിഷണറി പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയി. സങ്കടം കൊണ്ട് നിറഞ്ഞു. എന്നെ കാണാൻ വരുന്നവരോടൊക്കെ ഞാൻ ചിരിച്ച് സംസാരിച്ചാലും രാത്രി മുഴുവനും ഞാൻ കരയുമായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരഞ്ഞു. അതിൻ്റെ ആ ഒരു വേദന അനുഭവിച്ച സമയത്ത് ഒത്തിരി പേര് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ പ്രാർത്ഥന നിർത്തിക്കളഞ്ഞു. ദൈവത്തോട് ദേഷ്യമായി. ദൈവം എന്ന ആ വ്യക്തിയോടുള്ള വ്യക്തിപരമായ ബന്ധമൊക്കെ ഞാൻ വിച്ഛേദിച്ച് കളഞ്ഞു. എൻ്റെ തലയിണയോട് ചേർന്ന് ഒരു ചെറിയ ബൈബിള്, ഒരു കൊന്ത, ഒരു കുരിശ്, ഈ 3 കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഉയർത്താൻ പറ്റുന്ന കൈ ഉയർത്തി ആ 3 കാര്യങ്ങളും എടുത്ത് ആ റൂമിൻ്റെ വക്കിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് എപ്പോഴും കർത്താവിനെതിരായിട്ട് ഞാൻ സംസാരിച്ചു. നീ എന്നെ ചതിച്ചു കളഞ്ഞു. ജെറമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, യു എൻറ്റൈസ്ഡ് മീ എന്ന് പറയുന്ന പോലെ, ദൈവമേ നീ എന്നെ വെറുത്തു. നിന്നെക്കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ടെന്ന് നീ പറഞ്ഞിട്ടും അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വചനത്തിലൂടെ നീ എന്നെ ബലപ്പെടുത്തിയിട്ടും ഇപ്പം എനിക്ക് സംഭവിച്ചത് എനിക്കിത് ഇനി ഒരു നന്മ വരാനില്ല, ഒട്ടും നന്മയും ഇനി വരാനില്ല. എൻ്റെ ജീവിതം അവസാനിച്ചു. ഇനി എന്നെക്കൊണ്ടൊരു പ്രയോജനമില്ല, ഇനി ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല. അപ്പോൾ പ്രാർത്ഥന നിർത്തി, കൊന്തചൊല്ലൽ നിർത്തി, വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തി. ഈശോയോടുള്ള വെറുപ്പ്, പ്രാർത്ഥനയോടുള്ള വെറുപ്പ്, സാധാരണ ഒരു മനുഷ്യന് സംഭവിക്കുന്നതും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. വിശ്വാസരാഹിത്യം, നമ്മൾ വിശ്വസിക്കാത്ത രീതിയിൽ പെട്ടെന്ന് ഒരു ഡിസാസ്റ്റർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഒരു കയ്പുനീര് കുടിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ, ഞാൻ ബ്രദറാണെങ്കിൽ പോലും വിശ്വാസമൊക്കെ ഞാൻ പെട്ടെന്ന് അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക നിങ്ങളൊരു പക്ഷേ ആശുപത്രി കിടക്കയിലാവാം, പെട്ടെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ന്യൂസ് കിട്ടിയ സങ്കടത്തിലാവാം, പെട്ടെന്ന് ഒരു രോഗത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയതാവാം, ഈ സങ്കടത്തിലൊക്കെ ആവാം. ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നില്ല. അത് ഒരു പക്ഷേ ശരിയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെയാണ് നമ്മൾ വിശുദ്ധരെന്ന് വിളിക്കുന്നത്. വിശുദ്ധർ സഹനങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരാ, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ വിശുദ്ധരായിത്തീരുന്നത്. സഹനം ഈശോയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധരായി തീരുക.
ആ സഹനത്തിന് അർത്ഥമുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെറും ഒരു പച്ച മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും കഴിഞ്ഞില്ല. വെറുപ്പും എന്നോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നി തുടങ്ങി. പ്രാർത്ഥനാ ജീവിതത്തോട് എനിക്ക് വെറുപ്പ് തോന്നി തുടങ്ങി. എന്നിരുന്നാലും എല്ലാ ദിവസവും രാവിലെ, അതൊരു കത്തോലിക്ക ആശുപത്രി ആയതുകൊണ്ട് ഒരു സിസ്റ്റർ എല്ലാ ദിവസവും ഈ കിടപ്പ് രോഗികൾക്കായി കുർബാന കൊണ്ടുതരും. അപ്പോൾ സിസ്റ്റർ വരുമ്പോൾ എല്ലാ ദിവസവും ഞാൻ കുർബാന സ്വീകരിക്കും. ഈശോയുടെ ശരീരം എന്ന് പറഞ്ഞ് ഈ കുർബാനയുടെ നാവിൽ വെച്ച് തന്നിട്ട് എൻ്റെ നെറ്റിലൊരു കുരിശ് വരച്ചിട്ട് ആ സിസ്റ്റർ എപ്പോഴും പറയും, ബ്രദറിനെ ഈശോ ദിവ്യകാരുണ്യത്തിൽ ഈശോ സുഖമാക്കും. ഞാൻ ഉള്ളിൽ ചിരിക്കുമായിരുന്നു ആ സമയത്തൊക്കെ. കഴിയില്ല, കർത്താവിന് അങ്ങനെ സൗഖ്യം തരാനൊന്നും കഴിയില്ല. കർത്താവിന് അങ്ങനെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് എൻ്റെ ഇങ്ങനെ നട്ടിൽ ഇങ്ങനെ ഒടിച്ച് എന്നെ ഈ ആശുപത്രിയിൽ കിടത്തില്ലായിരുന്നു. എന്നിരുന്നാലും ഞാനിങ്ങനെ ഒരു പുഞ്ചിരിയോടെ കുർബാന ഞാൻ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. എല്ലാ ദിവസവും സിസ്റ്റർ വരും, കുർബാന നാവിലേക്ക് വെച്ചിട്ട് സിസ്റ്റർ പറയും, ദിവ്യകാരുണ്യ ഈശോ ബ്രദറിനെ സുഖമാക്കും, ബ്രദർ ഇനിയും നല്ലൊരു വൈദികനായി ശുശ്രൂഷ ചെയ്യും എന്നെല്ലാം ആ സിസ്റ്ററിനോട് ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഒത്തിരി വിശ്വാസക്കുറവൊക്കെ എനിക്ക് ആ സമയത്ത് സംഭവിച്ചു. കുർബാനയൊക്കെ ഞാൻ ഇങ്ങനെ സ്വീകരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഓർക്കുന്നു, ആ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ വാരത്തിൻ്റെ ഒരു ദിവസം, ദുഃഖവെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഷില്ലോങ് ആർച്ച് ഡയസിസിൻ്റെ ആ സമയത്ത് ബിഷപ്പായിരുന്ന ബിഷപ്പ് ഡൊമിനിക് ജാല പിതാവ് മരിച്ചുപോയി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. പിതാവിനെ കാണാനായിട്ട് വന്നു. പിതാവിനെ കണ്ടിട്ട് പറഞ്ഞു, ബ്രദർ ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്, ഇന്ന് ദുഃഖവെള്ളിയാണ്, നീ ഇപ്പോൾ കട്ടിലിൽ കിടക്കുന്നു, ഈശോ കുരിശിൽ കിടന്ന ദിവസമാണ്, നീ ഇപ്പോൾ ഈശോയോടൊപ്പം കുരിശിൽ കിടക്കുക. ഇനി 2 ദിവസം കഴിഞ്ഞാൽ ഈസ്റ്ററാണ്, സൺഡേ ഓഫ് റിസറക്ഷൻ. അന്ന് രാവിലെ നീ ആശുപത്രി കിടക്കുന്ന എണീറ്റ് നീ പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കുചേരണം. ഞാൻ ഒത്തിരി ഉള്ളിൽ ഇങ്ങനെ ഒരു പരിഹാസപൂർവ്വം ചിരിച്ചു. ഇതൊക്കെ സാധ്യമാണോ? പിതാവ് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. ശനിയാഴ്ച രാത്രി ഡോക്ടേഴ്സ് എന്നെ കാണാനായിട്ട് വന്നു. എൻ്റെ മുറിവിനെല്ലാം 2 മേജർ ഓപ്പറേഷനാണ് കഴിഞ്ഞത്. അപ്പം മുറിവിൻ്റെ ആഴവും എത്രത്തോളം ശരിയായിട്ടുണ്ടെന്നൊക്കെ അവർ നോക്കിയപ്പം മുറിവെല്ലാം പെർഫെക്റ്റ്ലി ആയി ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നു. മുറിവ് നന്നായിട്ട് ഉണങ്ങി. അവർ സ്റ്റിച്ചെല്ലാം എടുത്ത് മാറ്റി. എന്നിട്ടൊരു അല്പസമയം എന്നെ ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ ഇരുത്തി. അവർ പറഞ്ഞു, കുഴപ്പമില്ല, ചെറിയൊരു പുരോഗമനം കാണുന്നുണ്ട്. എന്നിരുന്നാലും അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ, ഈസ്റ്റർ ഞായറാഴ്ച രാവിലെ, എന്നെ ഒരു വീൽ ചെയറിൽ ഇങ്ങനെ ഇരുത്തി ആ പള്ളിയിലെ ചാപ്പലിലേക്ക് കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് എന്നെ ഇങ്ങനെ അവർ കൊണ്ടുപോയി.